ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. അർജുന് വാസന്തി അമ്മ പറഞ്ഞതൊന്നും അത്ര പിടിച്ചിട്ടില്ല. അവന് അത് തന്നെ പുറത്തു വന്നിരുന്ന് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസന്തി അമ്മ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു കൊണ്ടുപോയി അവനെ തള്ളിയിട്ട് പറയാണ്, അവൻ പൈസ മോഷ്ടിച്ച് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അവൻ അവിടെ പുറത്ത് തന്നെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കപ്പ് വെള്ളവുമായിട്ട് ഷാലു പോയി അവൻ്റെ അടുത്ത്. എന്നിട്ട് ഷാലു പറയാണ്, എടാ നീ വെള്ളം കുടിക്കടാ. എന്നിട്ട് അവനോട് പറയാണ്, എടാ അർജുനെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എല്ലാം ശരിയാവൂടാ, ഇന്നോ നീ വെള്ളം കുടിച്ചേ. അവനപ്പം തന്നെ അവളുടെ കയ്യിലിരിക്കുന്ന വെള്ളവും കപ്പും തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. അവൾ വിളിക്കുകയാണ്, എടാ അർജുൻ. അപ്പോഴേക്കും രുക്മിണിയമ്മയും ചെറിയമ്മയും അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് കണ്ടുകൊണ്ട് വന്ന രുക്മിണിയമ്മ ചോദിക്കുകയാണ്, എന്താടാ നിൻ്റെ പ്രശ്നം? നിങ്ങൾക്കൊക്കെ എന്താ എല്ലാം ശരിയായി എന്ന് ഒറ്റ വാക്കിലങ്ങ് തീർത്തു. പക്ഷേ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? ആ വാസന്തി എൻ്റെ കോളറിൽ പിടിച്ച് എന്നെ വലിച്ചിഴച്ച് എന്നെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞില്ലേ? നിങ്ങളെല്ലാവരും അത് നോക്കി നിൽക്കുകയില്ലായിരുന്നോ? അത് കേട്ട് വിഷമത്തോടെ ഷാലു വിളിക്കുകയാണ്, അർജുൻ, അതൊക്കെ വെറും ഒരു തെറ്റിദ്ധാരണയായിരുന്നില്ലേ? പിന്നീട് നീലൻ ചേട്ടൻ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊടുത്തില്ലേ? അർജുൻ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നാണ് കരുത്. പിന്നെ അർജുൻ ചോദിക്കുകയാണ്, നമ്മളെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ആ വാസന്തി ഇവിടെ വന്ന് പൊറുതി തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, നമ്മൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട, നമ്മൾക്ക് പോകാമെന്ന്. പിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് മനസ്സമാധാനം പോയി. നമ്മളെ വീടെന്ന തോന്നലേ ഇല്ല. ഒരു ജോലിക്ക് പോലും ഇവിടുന്ന് മനസ്സമാധാനത്തോടെ പോകാൻ വയ്യ. ഈ വീട് വേണ്ടെന്നാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ എവിടേക്കാ പോവുക? ഇത് നിൻ്റെ അമ്മയുടെ അവകാശമാടാ. എൻ്റെ പേരിലുള്ള എൻ്റെ സ്വന്തം വീടാണ് ഇത് ഉപേക്ഷിച്ചിട്ട് പുറത്തു പോയി നമ്മൾ എന്ത് ചെയ്യണമെന്നാ? ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും വരില്ല. അർജുനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പ്രശ്നത്തിന് കാരണം അവർ മാത്രമല്ല, നീയും കൂടി അതിനൊരു കാരണം. ഞാനോ? പിന്നല്ലാണ്ട് നീ തന്നെ. നിൻ്റെ ബാഗിനകത്ത് അത്രയും കാശ് എവിടെ നിന്നാണ് വന്നത്? നിന്നെപ്പോലെ ഒരാളുടെ അടുത്ത് 50,000-ൻ്റെ കെട്ട് എങ്ങനെ വന്നടാ? അന്ന് ബാഗിൽ നിന്നും 50,000-ൻ്റെ കെട്ട് നിൻ്റെ ബാഗിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ മോൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയായിരുന്നു ഞാൻ അന്ന് അവിടെ നിന്നത്. എന്നിട്ട് അവസാന നിമിഷം നിൻ്റെ ബാഗിൽ നിന്നും പണത്തിൻ്റെ കെട്ട് വീണപ്പോൾ രുക്മിണി അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ നെഞ്ചത്തോട്ട് തീ കോരിയിട്ടതുപോലെയായിരുന്നു. നീലകണ്ഠൻ ആ നേരത്ത് കയറി വന്നതുകൊണ്ട് തടി കേടാവാതെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ വാസന്തി പോലീസിനെ വിളിച്ചു വരുത്തി, അയ്യോ, ഓർക്കുമ്പോൾ തന്നെ നെഞ്ച് പിടയ്ക്കുക. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിൻ്റെ കരണം പൊട്ടിക്കാൻ തോന്നിയതാ എനിക്ക്. വാ തുറന്ന് സത്യം പറയടാ. രാജി പറയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ കാശാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെറിയമ്മേ? നിൻ്റെ കൂട്ടുകാരൻ നിൻ്റെ കയ്യിൽ എന്തിനാടാ 50,000 രൂപ കൊണ്ടു തന്നത്? അല്ലെങ്കിൽ തന്നെ അവനെവിടുന്ന അത്രയും പണം കിട്ടിയത്? അത് പിന്നെ അമ്മേ, കോളേജിൽ ഫീസ് അടക്കാൻ അവന്. എടാ വേണ്ടടാ അർജുനെ, ചുമ്മാ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ട. ഈ വർഷത്തെ ഫീസ് അടക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം അവസാനത്തെ ഡേറ്റ് ആണെന്ന് പറഞ്ഞ് നീ എൻ്റെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിച്ചു കൊണ്ടുപോയല്ലോ. അപ്പോൾ അതേ ദിവസം തന്നെയല്ലേ അവനും ഫീസ് അടക്കേണ്ട ദിവസം? പിന്നെ ഏത് വകുപ്പിലാടാ ഒരു മാസം കഴിഞ്ഞ ഒരു തീയതി അവന് മാത്രം കൊടുത്തത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളാം നീ. കാര്യം എന്താണെന്നൊന്നും എനിക്കും അറിയില്ല. ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ, നാളെ വാങ്ങിച്ചോളാം എന്നാ അവൻ പറഞ്ഞേ. അതല്ലേ ഞാനും ധൈര്യമായിട്ട് വാങ്ങിയേ. എന്തേ, അവൻ്റെ ബാഗിൽ വെച്ചാൽ ആ കാശ് ഇരിക്കില്ലെന്നുണ്ടോ? കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ നീ എന്താടാ അവൻ്റെ ബാങ്ക് വലുതാണോ? ഈ എലക്ഷൻ നടക്കുന്ന സമയമാണ്, ആരും കാശുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് എന്ന് പറഞ്ഞ ടൈമല്ലേ? എന്നിട്ട് ഈ സമയത്ത് നിൻ്റെ ബാഗ് പോലീസ് പരിശോധിച്ചിരുന്നെങ്കിൽ നീ അവരുടെ അടുത്ത് എന്തുത്തരം പറഞ്ഞേനെ? ആദ്യം നീ എന്നോട് ഉത്തരം പറയടാ. അപ്പം ചെറിയമ്മയും പറയാണ്, അങ്ങനെ ചോദിക്കുക ചേച്ചി, ഇതുപോലും അറിയാതെയാണോ അവൻ കാശ് വാങ്ങിച്ചു വെച്ചേ? അമ്മേ, ഞാൻ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല. ഇപ്പോൾ നിൻ്റെ അടുത്തിരിക്കട്ടെ, നാളെ രാവിലെ വരുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ രുക്മിണി ഫസ്റ്റ് ഓർത്തത് പഴയ കഴിഞ്ഞ കഥയാണ്. അതായത് സൗപർണിക പറയാണ്, അന്നൊരു ദിവസം അലക്കാൻ കഴിച്ചു കൊടുത്ത സമയത്ത്, അയ്യോ ഇതെന്താ ഇവൻ്റെ ഷർട്ടിൽ ഇങ്ങനെ ചോര, ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് രുക്മിണി സൗപർണിയുടെ കയ്യിൽ നിന്നും ആ ഷർട്ട് വാങ്ങിച്ച് നോക്കുകയാണ്.
അപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണ്. അവർ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അർജുൻ എന്താടാ ഇത്? പിന്നെ അതിനുശേഷം ബാഗ് തട്ടിയപ്പോൾ ബാഗ് കുടഞ്ഞപ്പോൾ വീഴുന്നത് 50,000 രൂപയാണ്. ആ അർജുനെ, നീ പറയുന്നതിലൊന്നും എനിക്കൊരു വിശ്വാസം വരുന്നില്ലടാ. അമ്മേ, എനിക്ക് ആകെയുള്ളൊരു ആൺതരി നീ മാത്രാടാ. നീ എന്തെങ്കിലും തെറ്റോ കുറ്റോ മറ്റോ ചെയ്താൽ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലടാ മോനെ. അമ്മേ, ഞാൻ അമ്മയുടെ മോനല്ലേ, അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല. അമ്മ എന്നെ വിശ്വസിക്കമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എണീറ്റ് അകത്തേക്ക് പോയി. അതിനുശേഷം ഷാലു പറയാണ്, അമ്മേ, അവൻ്റെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങൾ ഉണ്ട്. അവൻ്റെ നോട്ടൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ ചെറിയമ്മ പറയാണ്, നീ ഒരു വലിയ വക്കീൽ പഠിച്ചവളല്ലേ, നീ ഇനി അങ്ങോട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ശരി ചെറിയമ്മേ. പിന്നെ ഇതാ ഹാളിൽ തനിച്ച് അവിടെ സോഫയിൽ ഇരുന്ന് രുക്മിണിയമ്മ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ്. അപ്പോഴാണ് ഇന്ദു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അമ്മേ, കഴിക്കാതെ അമ്മ ഇതെവിടെ പോയതായിരിക്കും? പുറത്തേക്ക് എങ്ങാനും പോയതാണെങ്കിൽ എന്നോട് പറയാതെ പോകുന്ന പതിവില്ലല്ലോ. അവൾ വിളിച്ചുകൊണ്ട് വരികയാണ്, അമ്മേ, അമ്മേ. അടുത്തെത്തിയിട്ട് നിന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ, അമ്മേ. രുക്മിണിയമ്മ അവൾ വിളിക്കുന്നത് അറിയുന്നേയില്ല. ഒടുവിൽ അമ്മയുടെ അടുത്തിരുന്ന് എന്നിട്ടവൾ വിളിച്ചു, അമ്മേ. അതും അമ്മ അറിഞ്ഞില്ല. ഇനി അമ്മയെ തൊട്ട് വിളിക്കുകയാണ്, അമ്മേ. അപ്പോഴാണ് രുക്മിണി നോക്കിയത്. എന്താ അമ്മയ്ക്ക് പറ്റിയത്? എന്താ അമ്മ ഇവിടെ വന്ന് ഇങ്ങനെ തനിച്ചിരിക്കുന്നേ? അമ്മേ, വാസന്തി അമ്മ പറഞ്ഞതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വാസന്തി അമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. നമ്മളതൊരു വാക്ക് പറയുമ്പോൾ മറ്റുള്ളവരെ അത് എങ്ങനെ വേദനിപ്പിക്കും എന്നുള്ള ചിന്തിക്കാനുള്ള വകതിരിവൊന്നും ആ വാസന്തി അമ്മയ്ക്കില്ല. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അമ്മേ. വാസന്തി അമ്മയ്ക്ക് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കാം. അമ്മയൊന്നും മനസ്സിൽ വെക്കണ്ട. അതൊന്നും അല്ല ഇന്ദു. അവർ ചോദിച്ചതിലോ പറഞ്ഞതിലോ എനിക്ക് വിഷമമില്ല അമ്മേ. അതേ ഇന്ദു, കോളേജിൽ പഠിക്കുന്നവൻ്റെ ബാഗിൽ കെട്ടുകെട്ടായിട്ട് പണമുണ്ടെങ്കിൽ ആരായാലും എന്തെങ്കിലും പറയില്ലേ? ഇനി അത് എവിടുന്ന് വന്നുവെന്ന് സംശയം തോന്നും. കുറച്ച് നാളായിട്ട് അവൻ്റെ പോക്കിൽ എനിക്കും സംശയമുണ്ട്. നമ്മളാരും അറിയാതെ അവൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നെൻ്റെ മനസ്സ് പറയുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇതിനു മുമ്പ് 2-3 തവണ അവൻ്റെ ബാഗിൽ കാശ് ഉണ്ടായിരുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഒരു ദിവസം ചോരക്കറ പുരണ്ട ഷർട്ടൂട്ടിട്ട് അവൻ വീട്ടിൽ വന്നില്ലേ? അന്നും ഇതുപോലെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അനന്തു ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞതും നേരെ വീട്ടിലോട്ട് വരാൻ പറയണം. പുറത്ത് ഒരിടത്തോട്ടും അവനെ അയക്കരുത് എന്ന് പറയുമായിരുന്നു. എന്തോ ഉണ്ട് ഇന്ദു. അനന്തുവിന് ഇവൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയോ മനസ്സിലായിരിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലാക്കും മുമ്പ് എൻ്റെ മോൻ ഈ ലോകം വിട്ടുപോയി. അമ്മേ, ഇത്രയൊന്നും കാട് കയറി ചിന്തിക്കാൻ മാത്രം ഇതിൽ ഒന്നുമില്ല അമ്മേ. അർജുൻ്റെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണമ്മേ. പഠിത്തമൊക്കെ കഴിഞ്ഞൊരു ജോലിക്കൊക്കെ കയറുമ്പോൾ അവന് ഉത്തരവാദിത്തം വരും. അപ്പോൾ എല്ലാം ശരിയാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 8 കണക്കിന് കയ്യിൽ പണമുണ്ടല്ലോ, അതൊക്കെ എവിടുന്ന് വരുന്നു? ഇത്രയും പണം ഉണ്ടാക്കാൻ അവൻ എന്ത് ചെയ്യുന്നു? അതവൻ്റെ ഏതോ ഫ്രണ്ട് കൊടുത്തതാണ് എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ പിന്നെ അവനെ എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? ഏത് ഫ്രണ്ടാണെങ്കിലും എപ്പോഴും എന്താ പണം കൊണ്ടുപോയി കൊടുക്കാൻ ഇവനെന്താ ബാങ്കാണോ അവൻ്റെ? ഒന്നുകിൽ ആ ഫ്രണ്ട് ശരിയില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ ഇവൻ കള്ളം പറയുന്നതായിരിക്കണം. ഇവൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു. എന്തോ ആകെയുള്ളൊരു ആൺതരിയ മോളെ. നശിച്ചു പോകുകയാണെന്ന് കരുതുമ്പോൾ മനസ്സ് പിടയ്ക്കുന്നു. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ല ഇന്ദു, എന്തൊക്കെയോ ഉണ്ട് മോളെ. കുറച്ച് നാളായിട്ട് ഇവൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒന്നും ശരിയല്ല മോളെ. പെട്ടെന്ന് കയറി വരും, തോന്നിയ പോലെ ഇറങ്ങിപ്പോകും. എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരം മാത്രമേ പറയൂ. കുറച്ചായിട്ടവൻ നമ്മളെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, അറിയോ? അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ഇന്ദു. അമ്മ ഇത്രമാത്രം പേടിക്കാനായിട്ട് ഇതിൽ ഒന്നുമില്ല. എന്നാലും അമ്മ വിട്, എന്നോടമ്മ കാര്യം പറഞ്ഞില്ലേ, ഞാൻ നോക്കിക്കൊള്ളാം, അമ്മ പേടിക്കണ്ട. നാളെ മുതൽ അവൻ്റെ പുറകെ ഞാനും ഉണ്ടായിരിക്കും. അത് മതി മോളെ. കരയല്ലേ അമ്മേ, അല്ലെങ്കിൽ തന്നെ വയ്യാതതാ. ഇനി ഇതും കൂടെ മനസ്സിലെടുത്ത് വെച്ച് ഉള്ള എനർജി കൂടി കളയാൻ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഇനി എനിക്ക് ഒന്നുമില്ല. ഇനിയെല്ലാം നീ നോക്കിക്കൊള്ളല്ലോ അമ്മേ.
ഇപ്പോൾ തന്നെ മണി 10 കഴിഞ്ഞു. അമ്മ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അമ്മയ്ക്കിനി മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. വാ, എഴുന്നേറ്റ് വാ അമ്മേ, എല്ലാം നമുക്ക് ശരിയാക്കാം. വാ എന്ന് പറഞ്ഞവൾ അമ്മയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുത്ത് അമ്മയെ കഴിപ്പിച്ചു. പിന്നെ കാണിക്കുന്നത് നീയക്കുട്ടിയാണ്. അപ്പോഴേക്കും അവിടെ റൂമിൽ ഇന്ദു വന്ന്, അമ്മയുടെ ചക്കരക്കുട്ടി. എൻ്റെ പൊന്നുമോള് ഭയങ്കര ചിന്തയിലാണല്ലോ. എന്തു പറ്റി? നാളെ സ്കൂളിൽ എക്സാം ഉണ്ടോ? ഇല്ല ഇന്ദു അമ്മേ, ഞാൻ താളം തുള്ളുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കാൽക്കുലേഷൻ ഇടുമായിരുന്നു. ആണോ മോളെ? ഇങ്ങനെ എന്താ മോള് കാൽക്കുലേറ്റ് ചെയ്തത്? അല്ല ഇന്ദു അമ്മേ, ഇന്ന് വാസന്തി അമ്മ ക്യാഷ് കൊണ്ടുവന്ന് തന്നില്ലേ? അത് സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ദു അമ്മേ. അച്ചമ്മ ഒരിക്കലും 5 പൈസ ഒരാൾക്കും കൊടുക്കാത്തയാളാ. എന്നിട്ടെങ്ങനെയാ എന്ന് ഇന്ദുവിനോട് പറയുമ്പോഴത്തേക്കും നീലനും അവിടെ എത്തി. ഏയ് നീയക്കുട്ടി, എന്തോ വലിയ സീരിയസ് ഡിസ്കഷനാണെന്ന് തോന്നുന്നു. സ്കൂളിൽ നിന്ന് നീ വല്ല വഴക്കുണ്ടാക്കിയോ? അങ്ങനെയൊന്നും ഇല്ല നീലേട്ടാ. ഈ കുഞ്ഞി തലയ്ക്കകത്ത് എന്തൊക്കെ രീതിയിലുള്ള ചിന്തകളാണെന്നറിയോ? എന്താ എൻ്റെ മോള് ചിന്തിച്ചത്? അപ്പയ്ക്ക് കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പേ, വാസന്തി അച്ചമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി കാശ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തന്നിട്ട് എന്താ പറഞ്ഞേ? ലോൺ അടക്കാൻ എടുത്തു വെച്ചോളാൻ പറഞ്ഞില്ലേ? അതെല്ലോ പറഞ്ഞല്ലോ. അതെങ്ങനെയാ അപ്പേ? അച്ചമ്മ ഒരിക്കലും ഒരാൾക്കും 5 പൈസ പോലും കൊടുക്കില്ല. അത് മോള് പറഞ്ഞത് ശരിയാണല്ലോ. ഈ ഇന്ദു അമ്മയാണെങ്കിൽ അച്ചമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ എങ്ങനെയാ അച്ചമ്മ ക്യാഷ് കൊടുത്തേ? സൂപ്പർ നീയക്കുട്ടി എന്ന് പറഞ്ഞ അവളുടെ കയ്യിലടിക്കുകയാണ് നീലൻ. അച്ചമ്മയുടെ കാര്യത്തിൽ എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു മോളെ. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവും. അതെ, നീയമ്മോളുടെ അച്ചമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? മതി, രണ്ടാളും ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരാളെക്കുറിച്ച് എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത്? അവർക്കും മനമാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. എല്ലാവരും ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും നന്മയും തിന്മയും ഉണ്ടോ എന്ന് അറിയാൻ ശ്രമിച്ചതായിരിക്കും. പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ അച്ചമ്മയായതുകൊണ്ടാണ് എനിക്കൊരു സംശയം, അല്ലേ മോളെ? ഒന്ന് ചുമ്മാതിരിക്കുന്നില്ലേട്ടാ, എപ്പോഴും ഇങ്ങനെ കുറ്റം പറയല്ലേ. കുറച്ച് നാളായിട്ട് വാസന്തി അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇനി ആ രാധികയും കൂടി ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ ആ വാസന്തി അമ്മ നല്ല അമ്മയാവും. ആണല്ലേ? പിന്നല്ലാണ്ട് പഴയതുപോലത്തെ എടുത്തുചാട്ടമൊന്നും ഇപ്പം അമ്മയ്ക്കില്ല. പിന്നെ രാധിക അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മ അത് കാര്യമാക്കാൻ നിൽക്കാറില്ല. അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഞാനും ആലോചിച്ചത് തന്നെയാണ്. നമ്മളെ ചക്കരയമ്മയ്ക്ക് ഉറക്കം വന്നു തോന്നുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ. മോളെ ഉറങ്ങിക്കേ. ഇവിടെ കിടക്കുന്നില്ല അപ്പേ, രുക്മിണി അമ്മമ്മയുടെ കൂടെ കിടന്നാൽ മതി. രുക്മിണി അമ്മമ്മ ഇന്നലെ ഒരു കുറുക്കൻ്റെയും കോഴിയുടെയും കഥ പറഞ്ഞു തന്നിരുന്നു. എന്നിട്ടത് പകുതി വഴിക്ക് വെച്ച് നിർത്തിവെച്ചിരിക്കുക, അറിയോ? കൊള്ളാലോ നീയാ. രുക്മിണി അമ്മമ്മയെ കിട്ടിയതും ഇന്ദു അമ്മയെ നീ മറന്നു അല്ലേ? രുക്മിണി അമ്മമ്മ പാവല്ലേ, തനിച്ചല്ലേ അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും രുക്മിണി അമ്മയുടെ കൂടെ കിടക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് നല്ല നല്ല കഥയും കേൾക്കാം. എടാ, കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുന്നത് കേട്ടില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ കിടന്നുറങ്ങിക്കൊള്ളണം. ഓക്കെ, ബായ്. ബായ് മോളെ, ഗുഡ് നൈറ്റ്. നിയമോളെ, ഈ പാലെടുത്ത് കുടിച്ചിട്ട് പോ. എനിക്കിപ്പോൾ പാല് വേണ്ട. നിയമോൾ പോയിട്ടും ഇന്ദു അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നീലൻ അങ്ങോട്ട് എണീറ്റ് എവിടെയൊക്കെ പോയി. അതിനുശേഷം വീണ്ടും തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ കട്ടിലിന് കാല് തടഞ്ഞ് അവനവിടെ വീഴാൻ പോയി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇന്ദുവിൻ്റെ കയ്യിലാണ് കിട്ടിയത്. ഇന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അതിനുശേഷം രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അവൻ പെട്ടെന്ന് അവളുടെ കൈ വെടിവെച്ചിട്ട് പറയാണ്, സോറി ഇന്ദു. എന്തിനാ ഇപ്പോൾ സോറി? അറിയാതെ കാലൊന്ന് തെറ്റിയപ്പോൾ ബാലൻസ് അറിയാതെ ഞാൻ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചില്ലേ. അതിനിപ്പോൾ എന്താ? കുഴപ്പമില്ല. കൈ പിടിച്ചതാണ് എന്തിനാ സോറി പറയുന്നത്? ഇന്ദു, അപ്പോൾ ഇന്ദുവിന് കുഴപ്പമില്ലേ? കൈ പിടിച്ചതിന് എന്തിനാ സോറിയൊക്കെ? കുഴപ്പമൊന്നുമില്ല. അവൻ സന്തോഷത്തോടെ ചിരിക്കുകയാണ് അത് കേട്ടപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് വന്നിരുന്ന് മുട്ടിയിരുന്നാൽ അത് കുഴപ്പമില്ലേ? ഇല്ല എന്നവൾ പറയാണ്. അപ്പോൾ അവന് സന്തോഷമായി. എന്നാൽ ഒരു സപ്പോർട്ടിന് ഞാൻ എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ ഷോൾഡറിൽ പിടിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറ. അവൾക്കത് സന്തോഷമാണെന്ന് അവന് തോന്നുകയാണ്.
ഈ കൈ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, എന്തു വേണമെങ്കിൽ ഈ കൈയിലും പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ അവളോട് പറയാണ്. അവൾ എന്തെന്നില്ലാതെ ഒരു സന്തോഷത്തോടെ ഒരു ചിരിക്കാണ്. ഈ സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത്. നീലൻ അടുത്തടുത്തടുത്ത് പോവുകയാണ് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആരോ കതകിൽ മുട്ടിയത്. അപ്പോൾ നീലൻ പറയാണ്, ഇതാരായിപ്പോൾ ഈ നേരത്ത്? നീലേട്ടാ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. അത് മറ്റാരും ആയിരുന്നില്ല, രാധ്യയായിരുന്നു. മറ്റവൾ പറയാണ്, മാമി നിയമോളെ ഇവിടെ ആക്കാൻ പറഞ്ഞു. പൊയ്ക്കോ. നിയമോളെ നീ രുക്മിണി അമ്മമ്മയുടെ റൂമിലേക്ക് പോകാമെന്നല്ലേ പറഞ്ഞത്? അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് വാസന്തി അച്ചമ്മ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അച്ചമ്മ എന്നോട് എവിടെ പോകാമെന്ന് ചോദിച്ചു. നീ നിൻ്റെ അപ്പയുടെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് രാധികയുടെ കൂടെ പറഞ്ഞയച്ചതാ. ഞാൻ എന്ത് ചെയ്യാൻ ഇന്ദു അമ്മേ? സാരയില്ല നിയമോളെ, അതിനെന്താ, മോൾ ഇവിടെ തന്നെ കിടന്നു. ഇന്ദു അമ്മ ഇന്ന് കഥ പറഞ്ഞുതരാം, വാ. അവളെ ഇന്ദു അവിടെ മടിയിൽ കിടത്തി. നീലൻ്റെ മടിയിൽ കാലും വെച്ചു കൊടുത്തു. അപ്പോൾ നീലൻ കാല് പിടിച്ചൊന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ പറയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു മിനിറ്റ് ഒന്ന് സന്തോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ അമ്മ കാരണം അതെല്ലാം നശിച്ചു. എൻ്റെ ഒരു ഇന്ദുമതി ആ നാണത്തോടെ അവനെ തന്നെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.